ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി നീട്ടി 14 ദിവസത്തേക്ക് കൂടിയാണ് നീട്ടിയത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ഈ നിർണായക ഉത്തരവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്ന വിജിലൻസിന്റെ അപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലെ അന്വേഷണ സംഘത്തിന്റെ ഒരു അടുത്ത നീക്കമെന്ന് മാത്രമായിട്ട് ഇതിനെ കണക്കാക്കാനാകൂ. കാരണം 1.5 മാസത്തോളം ഈ വാസുവിനും പത്മകുമാറിനും ഒക്കെ സമയം ലഭിച്ചു. അതായത് തെളിവുകൾ നശിപ്പിക്കാനും എന്താണ് അന്വേഷണ സംഘത്തോട് പറയേണ്ട മറുപടി എന്നത് കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്ത് അവതരിപ്പിക്കാനുമുള്ളൊരു സമയം കിട്ടി. എന്തായാലും ഇപ്പോൾ റിമാൻഡ് കാലാവധി കിട്ടി. ഇനി അന്വേഷണ സംഘം എന്തൊക്കെയായിരിക്കും ഇവരുടെ അടുത്ത് നിന്നും ചോദിച്ചറിയുക? ശ്രുതി, പത്മകുമാറിന് വേണ്ടി രാവിലെ തന്നെ അന്വേഷണ സംഘം കോടതിയിലെത്തി ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. പ്രൊഡക്ഷൻ വാറന്റിനോടൊപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്, അതായത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രതീക്ഷ. പത്മകുമാറിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എൻ വാസുവിൻ്റെയും KS ബൈജുവിൻ്റെയും, KS ബൈജു നേരത്തെ തിരുവാഭരണം കമ്മീഷണറായിരുന്നു. എൻ വാസുവിൻ്റെ അടക്കം ജാമ്യാപേക്ഷ കോടതിയിലെത്തിയിരുന്നു. നാളെയാണ് ആ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡി അപേക്ഷ 26-ാം തീയതി പരിഗണിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എൻ വാസുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് 14 ദിവസത്തെ റിമാൻഡ് കാലാവധി ഇന്ന് പൂർത്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലാവധി കൂട്ടി നൽകേണ്ടതുണ്ട്. അപ്പോൾ വിജിലൻസ് കോടതി ഈ എൻ വാസുവിൻ്റെ റിമാൻഡ് കാലാവധി കൂട്ടി നൽകിയിട്ടുണ്ട്. ഇതുവരെ കേസിൽ 6 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ആദ്യം അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, ഏറ്റവും അവസാനമാണ് പത്മകുമാറിലേക്ക് എത്തുന്നത്. പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി തന്നെ അത് CPM-ലേക്ക് അടക്കം, അതായത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അടക്കം ഇനി അന്വേഷണം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന മുൻ MLA ആയിരുന്ന ആളുകൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് മറ്റുന്നതരിലും ഈ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന് ഇവരെയൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും നിർണായകമായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കോടതി നടപടിക്രമങ്ങളും തുടരും. കാരണം നാളെ ഈ ജാമ്യാപേക്ഷ, 2 ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി പരിഗണിച്ച് അതിൽ വാദം പൂർത്തിയാകുകയും 26-ാം തീയതി ആ ജാമ്യാപേക്ഷയിന്മേൽ വിധി പറയുകയും ചെയ്യും. എന്തായാലും മുരാരി ബാബു അടക്കം ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ ജാമ്യാപേക്ഷയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും നടക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ്. ഈ വിജിലൻസിൻ്റെ കേസ് കൂടെ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായവരെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ്, അതിലൂടെ മറ്റുള്ളവരിലേക്കും എത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. നേരത്തെ അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം സമയം അവർക്ക് ലഭിച്ചു എന്നുള്ളത്, അതായത് ഏറ്റവും അവസാനമാണ് പത്മകുമാറിലേക്ക് ഈ അറസ്റ്റ് എത്തുന്നത്. എൻ വാസു അറസ്റ്റിലായപ്പോൾ അടുത്തത് പത്മകുമാർ എന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി അടുത്തത് ആര് എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. ഈ സമയത്ത് പത്മകുമാറിൻ്റെയും എൻ വാസുവിൻ്റെയും അടക്കം ഈ മൊഴികൾ നിർണായകമാണ് എന്നുള്ളത്. കാരണം രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നവരാണ്. എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു സ്വാധീനമുണ്ടായിരുന്ന ആളുകൂടെയാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ള ഈ ആരൊക്കെയാണോ ഈ പ്രതികളായിട്ടുള്ളവർ, അവർ മുഴുവൻ പേരും പിടിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് വിശ്വാസികളുടെ ആവശ്യം. ഇന്ന് എൻ വാസുവിനെ കോടതിയിലേക്ക് ഹാജരാക്കാൻ വന്നപ്പോൾ നേരത്തെ പോലെ തന്നെ, അതായത് മുൻപൊരു ദിവസവും കോടതിയിൽ എത്തിച്ചപ്പോൾ സമയത്ത് BJPയുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും അത് തുടർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയാണ് അത് തന്നെയാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ മൊഴികൾ പുറത്തു വരുമ്പോൾ CPM-ന്റെ അടിവേരിളകുമോ എന്നാണ് കണ്ടറിയേണ്ടത്.